സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റും 49 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ ഫാമിലി ഡോക്ടറിലേക്ക് പോകണം. അതെ, ഒട്ടുമിക്ക ആളുകൾക്കുമുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. അസിഡിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെയും ചികിത്സയെയും കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ പറയുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ആശുപത്രിയിലെ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ H. രമേശാണ് സംസാരിക്കുന്നത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. എല്ലാവരും പറയുന്നത് അസിഡിറ്റി ഉണ്ട് അവർക്ക്. ഈ അസിഡിറ്റി പലപ്പോഴും നമ്മൾ എന്ത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പല അസുഖങ്ങളെ അവർ അസിഡിറ്റി എന്നുള്ള ഒറ്റ വിഷയത്തിനകത്തേക്ക് അവർ ഇട്ടിരിക്കുന്നതാണ്. വയറ്റിനകത്ത് അസ്വസ്ഥത, ഭക്ഷണം കഴിച്ചാൽ ഒരു വയറുസ്തംഭനം, അല്ലെങ്കിൽ ഒരു തികട്ടി വരൽ, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, ഇതെല്ലാം അവർ അസിഡിറ്റി എന്നുള്ള ഒറ്റ വിഷയത്തിൽ അവർ ഒതുക്കും. പക്ഷെ ഇതെല്ലാം വരാൻ കാരണം നമ്മുടെ കുടലിൻ്റെ ചലനം ഇച്ചിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്നു. ഒന്നിലെ ഈ അന്നനാളവും ആമാശയത്തിൻ്റെ ഇടയ്ക്കുള്ള വാൽവ് ഇച്ചിരി വീക്കായിരിക്കാം. അങ്ങനെയാണെങ്കിൽ തിരിച്ച് കയറിപ്പോകും. അപ്പോൾ നമ്മൾ കൂടുതൽ മെഴുക്കുള്ളതോ കൂടുതൽ മസാലയുള്ളതോ കഴിച്ചാൽ അത് തിരിച്ച് റിട്ടേൺ ആയി ഇവിടെ നെഞ്ചരിച്ചിൽ വന്നിട്ട് ആകെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. ഇതിൽ വളരെ ചുരുക്കം കേസുകളിൽ ക്യാൻസർ വരെ ആമാശയത്തിൽ ഉണ്ടായിരിക്കാം. അത് ഈ അസിഡിറ്റി ആണെന്നും പറഞ്ഞ ആളുകളിങ്ങനെ കുറേ നാൾ കൊണ്ടു നടക്കും. എന്നിട്ട് വെറുതെ ഇപ്പോൾ നമ്മുടെ ഫാർമസിയിലൊക്കെ പോയാൽ എല്ലാവരും ഡോക്ടർമാരാണല്ലോ. അപ്പോൾ അവർ നമുക്ക് ഇഷ്ടംപോലെ മരുന്നുകളൊക്കെ തരും. ആ മരുന്നുകൾ അസിഡിറ്റിക്ക് മരുന്ന് കഴിക്കും. എന്നിട്ട് താൽക്കാലിക ഒരു ആശ്വാസം കിട്ടിയാൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതിനല്ല വിരോധം. പക്ഷേ സിംറ്റംസ് തുടരുമ്പോൾ അതിനെ വേണ്ട വിധത്തിൽ പരിശോധിക്കണം. എൻഡോസ്കോപ്പി ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമാവും. എൻഡോസ്കോപ്പി ചെയ്തിട്ട് മരുന്ന് കഴിച്ചാൽ എത്രത്തോളം ഗുണം കിട്ടിയെന്ന് അറിയാൻ പറ്റും. വളരെ സിവിയർ കേസിൽ ചിലപ്പോൾ അന്നനാളവും ആമാശയത്തിൻ്റെ ഇടയ്ക്കുള്ള വാൽവ് ശക്തിപ്പെടുത്തേണ്ടി വരും. ചെറിയ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്ത് അങ്ങനെയും ചെയ്യേണ്ടി വരുന്ന കേസുണ്ട്. ചിലരൊക്കെ നിർബന്ധമായിട്ട് ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് മരുന്ന് കഴിച്ച് മടുത്തു. അപ്പോൾ അവർക്ക് അവരുടെ ജീവിത രീതി ബെറ്റർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അവർ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു വിഷയമുണ്ട്, സമയത്തിന് ഭക്ഷണം കഴിക്കണം എന്നുള്ളതിനെപ്പറ്റി സംശയമില്ല. ഭക്ഷണത്തിൻ്റെ കൂടെ ഒരുപാട് വെള്ളം കുടിച്ചാലും അത് പ്രശ്നം ഉണ്ടാക്കും. ഭക്ഷണം പറ്റുന്ന അത്രയും ഡ്രൈ ആയിട്ട് കഴിച്ചിട്ട് അതിനുശേഷം 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ വെള്ളമോ പാലോ മോരോ എന്ത് വേണമെങ്കിൽ കുടിച്ചാലും കുഴപ്പമില്ല. ഒരു റീസണബിൾ ഹാബിറ്റ്സ്, ഇടയ്ക്ക് നമ്മൾ പോയി എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഭക്ഷണം കഴിച്ചെങ്കിലും ഒരു കുഴപ്പമില്ല. സ്ഥിരമായിട്ട് അതാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് വരെ പ്രശ്നം വരുന്നത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ.